എടക്കര ഗ്രാമപഞ്ചായത്ത് MCF കേന്ദ്രത്തിലെ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, ആരോഗ്യം എന്നീ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. തൊഴിലാളികളുടെ ആരോഗ്യപരമായ സുരക്ഷാ ഉപാധികൾ, അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ഉണ്ടാവേണ്ട അത്യാവശ്യ ക്രമീകരണങ്ങൾ, MCFിലും പരിസരങ്ങളിലും ഉണ്ടാവേണ്ട ഇടപെടൽ രീതി എന്നിവയെക്കുറിച്ചുള്ള വിലയിരുത്തലും നിർദ്ദേശങ്ങളും തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണവും ഉദ്യോഗസ്ഥർ നൽകി. സാറ് പറഞ്ഞു മുകളിൽ ഇത്രയും ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ട്, കാരണം ചൂട് കൂടുന്ന സമയമാണ്, അത് മെറ്റലാണ്. അപ്പോൾ എന്താവും, എങ്ങനെയെങ്കിലും ഒരു പുക ചീറ്റുണ്ടായിട്ട് അവിടെ ജസ്റ്റ് ഒരു തീ പിടിച്ച് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു. ആദ്യം വിളിക്കേണ്ടവർ വിളിക്കുക, ആദ്യം വിളിക്കുക ഫയർഫോഴ്സിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഫയർഫോഴ്സ് നമ്പർ അറിയാം. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് നമുക്ക് നമ്പർ അറിയാമെന്ന് ചോദിച്ചിട്ട് പോയിട്ട് ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കടമകൾ എന്ത്, ഈ പറഞ്ഞ ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാൻ നോക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് തുറക്കണം, ഇത് വലിക്കണം, ഇത് പിടിക്കണം, ഇതിങ്ങനെ ആക്കണം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, എത്ര വിദ്യ പഠിച്ചാൽ നമ്മൾ പേടിക്കാൻ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹോസ് ഉണ്ടോ, വെള്ളം പിടിക്കാനുള്ള ഹോസ് ഉണ്ടോ? ഇപ്പൊ ആ കാണുന്ന സാധനം അത് വലിയൊരു കുളം, അതിനെങ്ങനെ ചെറിയ ഹോസ് വയ്ക്കുക, വലിയ ഹോസ് ഉണ്ടോ? അവിടുന്ന് ഇപ്പൊ വേറെ എന്ന് വെച്ചാൽ അതിലൊരു പോരായ്മ ഉള്ളതെന്ന് വെച്ചാല് അവിടെ കാണുന്ന പൈപ്പില്ലേ, ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പില്ലേ, ഇതിനോട് ചേർന്നിട്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ അവിടെ ചേർന്നിട്ടാണ്. കേസ് എങ്ങാനും ഇതിൽ ഫയറായി കഴിഞ്ഞാൽ ആ പൈപ്പ് ഉരുകും എന്നുള്ള ഷുവറാണ്. പക്ഷെ അത് വേണ്ട സ്ഥലം പുറത്തായിരുന്നു. അത് നമുക്കിപ്പോൾ ഒരു തീ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോഴേക്കും സാധനം ഉരുകി കഴിഞ്ഞിട്ടില്ല. ഫയർ സേനാംഗങ്ങൾ MCF കേന്ദ്രത്തിലെ തൊഴിലാളികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. മാലിന്യം സംസ്കരിക്കുമ്പോൾ തീപിടുത്തമുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ക്ലാസ് നൽകുകയാണ് ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായാൽ മനസാന്നിധ്യം കൈവിടാൻ പാടില്ല. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് JHI ജോജു വർഗീസ് ബോധവൽക്കരണം നടത്തി. ഇതൊക്കെ നമ്മൾ രോഗം വന്നിട്ട് ചികിത്സയിലേക്കാണ്, രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഗംബൂട്ടിന് എന്തൊക്കെയാണ്, നമ്മൾ ഈ ചവിട്ടുന്നിടത്തും നമ്മുടെ കാലയിൽ പല സാധനങ്ങളും, ചിലർക്ക് വിണ്ട് കീറിച്ചുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി ഈ അസുഖങ്ങളുടെ അണുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഗം ബൂട്ടുകൾ ധരിക്കണം എന്ന് പറയുന്നത്. ഈ ബൂട്ടിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ണം, ഇരുമ്പിൻ്റെ കഷ്ണം നമ്മുടെ കാലയിലേക്ക് വീണാൽ അത് നമുക്ക് ഇതുണ്ടാവും. പിന്നെ ആണികളോ കുപ്പിച്ചില്ലൊക്കെ നമ്മുടെ കാലയിൽ കുത്തി കയറാൻ പറ്റാത്ത, കുറച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് ഉപയോഗിച്ച് ശീലമായി കഴിഞ്ഞാൽ അതും നമ്മൾ വൃത്തിയായി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാല് നല്ല വൃത്തിയായിട്ട് വരച്ച് തേച്ച് കഴിക്കണം. ശരിക്കും ബ്രഷ് ഉപയോഗിച്ച് വരച്ച് തേച്ച് കഴിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള എണ്ണയോ ലേപനങ്ങളോ ഇട്ടിട്ട് വേണം ചെയ്യണം. ഇതൊക്കെ നമ്മളെ ഇവിടെ നിന്നുള്ള തൊഴിൽപരമായ അസുഖങ്ങൾ നമുക്ക് അതിജീവിക്കാം. തൊഴിൽ നമുക്ക് എടുക്കാൻ എല്ലാവർക്കും നിർബന്ധമാണ്, നമ്മുടെ ഡിപ്രഷനായിരുന്നു. പക്ഷെ അതിനെ നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ രോഗം വരാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ ചർച്ച ചെയ്തിട്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് KP, ഹോംഗാർഡ് അജിത്, CPO മുഹമ്മദ് ബഷീർ, JHI ജോജു വർഗീസ്, വാർഡംഗം MK ധനഞ്ജയൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, UDC M സുകുമാരൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര. സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.